കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുള്ള യൂത്ത് കോൺഗ്രസിന്റെ SP ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ റഹീമിനെ ക്ഷണിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. മതേതര പാരമ്പര്യമുണ്ടെങ്കിൽ റഹീം പങ്കെടുക്കണം. സംസ്ഥാന DGPയേക്കാൾ നല്ലത് മെഴുകു പ്രതിമയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിമർശനം. കോഴിക്കോട് ജില്ലയിൽ വന്ന് കാഫിർ സ്ക്രീൻഷോട്ട് നാടിനാപത്ത് എന്ന രാഷ്ട്രീയ പ്രചരണം നടത്തിയ രാജ്യസഭാ മെമ്പറായ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ നാളത്തടം കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിൽ നടത്തുന്ന SP ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ മതേതര നിലപാടിനകത്ത് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന SP ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ നേരിട്ടെത്തി നിങ്ങളുടെ ആ മതേതര പാരമ്പര്യത്തിന്റെ കൂറ് പൊതുജനങ്ങളോട് വിളിച്ചു പറയുവാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ, യൂത്ത് കോൺഗ്രസിന്റെ ഒരു SP ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ DYFI നേതാവിനെ എന്തിനാണ് ആവശ്യം? അദ്ദേഹമാണല്ലോ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമുണ്ടായ സമയത്ത് നാട്ടിലെ മതേതരത്വം വലിയ വെല്ലുവിളിയെ നേരിടുകയാണെന്നും ഇത് മതേതരത്വത്തിനുള്ള വലിയ മതേതര മനസ്സുകളിലേക്കുള്ള വലിയ കടന്നുകയറ്റമാണെന്നും അത് പ്രതിരോധിക്കപ്പെടണമെന്നും ഇത് പൊളിറ്റിക്കൽ പോയിസണസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നും പറഞ്ഞ അദ്ദേഹം അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ അതിന്റെ നെല്ലും പതിരും തിരിച്ചറിയപ്പെട്ടിരിക്കുകയാണല്ലോ. ആരാണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിന്റെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള ആള്, അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിയാണ് കാഫിർ സ്ക്രീൻഷോട്ടില് കിങ് പിൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഏതെങ്കിലും ഇന്നയാളാണ് പ്രതി എന്ന് കരുതിയിട്ടായിരിക്കില്ല നമ്മൾ സമരം ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നത് ഇന്നയാള് മാത്രമാണ് പ്രതി എന്ന് എഴുതിയിട്ടല്ലോ. ആര് പ്രതിയായാലും ഞങ്ങളുടെ നിലപാടിനകത്ത് മാറ്റമില്ല എന്ന് പറയുന്നത് പോലെ കാഫിർ സ്ക്രീൻഷോട്ടും മതേതര മനസ്സുകളെ മുറിവേൽപ്പിക്കുന്ന ഒന്നായിരുന്നു എന്നുള്ള നിലപാടിൽ അദ്ദേഹത്തിന് മാറ്റമില്ലല്ലോ. അപ്പൊ ആ വിഷയത്തിനകത്ത് പ്രതികളെ പിടിക്കണം, പ്രതികൾ ഇപ്പോൾ ആരാണെന്ന് നമുക്ക് മനസ്സിലായി, പ്രതികളെ പിടിക്കണം എന്ന് പറഞ്ഞ് നടത്തുന്ന മാർച്ചിനകത്തും സ്വാഭാവികമായിട്ട് അദ്ദേഹം വന്ന് സംസാരിക്കണ്ടേ. അദ്ദേഹം ആ പൊളിറ്റിക്കൽ പോയിസണസ് ആയിട്ടുള്ള ആക്ട് ആണത് എന്ന് ആവർത്തിക്കണ്ടേ. അത് ആവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്ന വാക്കുകൾക്കകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്നലകളിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ഓരോ സമരത്തിലും നമുക്ക് ആത്മാർത്ഥതയുണ്ട്. അത് ഇന്നും നാളെയും ക്യാരി ചെയ്യേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ദയവ് ചെയ്ത് അദ്ദേഹം ആ പരിപാടിയിൽ ഭാഗമായി അദ്ദേഹം വന്ന് അതേ തരത്തിൽ ഇതിന് ഉത്തരവാദികളായ മുഴുവൻ ആളുകളെയും അതേ രീതിയിൽ തന്നെ അവരെല്ലാം റഹീം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയാം.